ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് മൂന്നാറിലെ ഡ്രീം കാച്ചർ പ്ലാന്റേഷനിലാണ്. അപ്പോൾ മൂന്നാർ എത്തുന്ന വരെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതങ്ങനെ അവിടെ എൻഡ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ എത്തിക്കഴിഞ്ഞിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. പ്ലാന്റേഷൻ റിസോർട്ട് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു തൂക്കുപാലം കയറി സ്റ്റെയർ കയറി വരുമ്പോഴാണ് നമുക്ക് പൂളുള്ളത്. പൂളിൽ നിന്നുള്ള വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ എൻഡിലാട്ടോ നമുക്ക് സൈക്ലിങ്, ഹോഴ്സ് റൈഡിങ്, അതുപോലെ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ എപ്പോഴും നല്ല കോട ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കോട ഇറങ്ങിയിട്ടില്ല, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പെട്ടെന്ന് കോട ഇറങ്ങും, അതുപോലെ തന്നെ പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഞങ്ങളുടെ റൂം. പിന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ച് വന്നിട്ട് നമ്മൾ ഫുഡ് റൂമിലേക്ക് തന്നെ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. നമ്മളവിടെ പോയി കഴിച്ചില്ല, നമ്മൾ റൂമിലേക്ക് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. കുട്ടികളൊക്കെ പൂളിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങും അല്ലേ. പിന്നെ ഞങ്ങൾ ചായ കുടിക്കുക കേട്ടോ. നല്ല കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ ആ കോട പോയി, എങ്ങോട്ടോ പോയി. പിന്നെ പെട്ടെന്ന് നല്ല കോട ഇറങ്ങി. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയോണ്ട് പനി വരാനുള്ള ചാൻസ് ഭയങ്കരമായിട്ടുണ്ട്. എനിക്കൊക്കെ പെട്ടെന്ന് ചുമക്ക വരും. ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മൾ എങ്ങോട്ട് പോണേ? പൂളിൽ ചാടാൻ പോവുകയാണ്. ഈ സ്റ്റെയറൊക്കെ കയറി വരണം നമ്മൾ. ആരുമില്ല പൂളിൽ. ഞങ്ങൾ ചായ കുടിക്കാൻ പോയ സമയത്ത് പൂളിൽ കുറേ കുട്ടികളും പിന്നെ അവരെ പാരൻസും പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പൂളിൽ ഇറങ്ങാൻ വേണ്ടി വന്നപ്പോൾ എല്ലാവരും പോയിരിക്കുന്നു. പോകുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അയ്യോ പൂളിൽ നിറയെ ആളാണല്ലോ എന്ന്. വന്നപ്പോൾ എല്ലാവരും പോയിട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വെള്ളത്തിൽ കളിക്കാൻ പറ്റി എനിക്ക്.
അങ്ങനെ അതേ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രിക്ക് എന്ത് ഫുഡ് വാങ്ങുമെന്ന് നോക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ രാത്രി ഒന്നും കാണുന്നില്ല. ഈ തൂക്കുപാലത്തൂടെ നല്ല രസമുണ്ടല്ലേ. അയ്യോ പിന്നെ ഞങ്ങൾ നേരെ ഗെയിം കളിക്കാനായിട്ടേ വന്നത്. ഞങ്ങൾ ആദ്യം കളിക്കേണ്ട വിചാരിച്ച് പിന്നെ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയി. അതുകൊണ്ട് കുറേ നേരം ഞങ്ങളവിടെ നിന്ന് കളിക്കുക കേട്ടോ ചെയ്യുന്നത്. ഞങ്ങൾ ഗെയിം കളിക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഫുഡ് കഴിക്കാനായിട്ടോ വന്നത്. നമ്മൾ റൂമിലേക്ക് ഓർഡർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വേണ്ട ഇവിടെ തന്നെ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല ചൂട് പൊറോട്ട ആയിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഇവിടുത്തെ ചിക്കനിൽ ഇവർ കടുക് ഇടുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ വീട്ടിലൊന്നും കടുക് ഇടാറില്ല. അതിങ്ങനെ കടുകിട്ട കറിയായിരുന്നു. രസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കറിയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഗെയിം കളിക്കാൻ വന്നിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മറന്നു പോയി. ഫോൺ അവിടെ വെച്ച കാര്യം തന്നെ മറന്ന്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ പോകുമ്പോഴാണ് ഫോണിൻ്റെ ഓർമ്മ വരുന്നത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നിട്ട് എന്താ, അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഗെയിം കളിക്കില്ലേ? ഗെയിമും കളിക്കും. നമ്മൾ കുറേ ഇനിയും കാണാനൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അപ്പം നിങ്ങൾക്കും കുറച്ചൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോവാം. എന്തൊക്കെയാണ് നമുക്ക് കഴിക്കാനുള്ളത് നോക്കാം. രാവിലെ എണീറ്റപ്പോൾ അത് ഇവിടെ മഴ കേട്ടോ. ഇന്നലെ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ടൊരു മഴ, എന്നാൽ നല്ല കോടൊക്കെ ഇറങ്ങിയിട്ട്. ഏട്ടൻ്റെ അടുത്ത് ഭൂരിയും കടലല്ലേ തുടങ്ങിയിട്ടുള്ളതെന്നൊക്കെ പറയുന്നില്ല. ഞാനെടുത്ത് നോക്കൂ. ഞാൻ എന്തൊക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് തന്നെ അറിയില്ല എന്താ. നമ്മുടെ ഈ തേയിലത്തോട്ടിന്റെ സെന്ററിൽ നിൽക്കുന്നതൊക്കെ ഓറഞ്ച് മരാട്ടോ. ചെറിയ സൂം ചെയ്ത് നോക്കി ഉള്ളിൽ ഓറഞ്ച് ഉണ്ട്. ഇവിടെയൊക്കെ ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നതൊക്കെ ഓറഞ്ചാണ്.
സത്യം പറഞ്ഞാൽ അപ്പുറത്തെ സൈഡ് നമുക്ക് കാണുന്നില്ല. നമ്മൾ നടന്ന് ചെല്ലും തോറുമാണ് നമുക്ക് കാണുന്നത് ഫുൾ കോട നിറഞ്ഞിട്ട്. കണ്ടോ അവിടെ ഒക്കെ റിസോർട്ട് ഉണ്ട്. അവിടെ ഒന്നും റിസോർട്ടില്ല, റൂംസ് ഉണ്ട്, നമുക്കൊന്നും കാണുന്നില്ല. ഇത് പൂൾ ക്യാമ്പ് ഫയർ റെസ്റ്റോറൻറ്റ് സൈഡ്. അതാ ആ സൈഡ് നമ്മൾ വന്ന സൈഡ് കണ്ടോ, നമുക്കൊന്നും കാണാത്തെ. ഹോഴ്സ് കിഡ്സ് പ്ലേ ഏരിയ, സൈക്ലിംഗ് ഒക്കെ ഇവിടെ ഈ സൈഡ്. ഈ ഭാഗത്താണ് ഹോഴ്സ് റൈഡും പിന്നെ കിഡ്സ് പ്ലേ ഏരിയ, നമുക്കവിടെ കളിക്കാം. പിന്നെ സൈക്ലിംഗ് ഒക്കെ ഈ സൈഡിലാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് കളിക്കാം. അപ്പോൾ അതെ നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ അതെ ഒരു 5 മിനിറ്റുള്ളിൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. ആള് വരും നമ്മളെ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പോണ വിശേഷങ്ങൾ കാണിക്കാം അല്ലേ. എല്ലാവർക്കും കൂടി ഒരു വീഡിയോയിൽ പറ്റില്ല, ചിലപ്പോൾ പാർട്ട് 1, 2 അങ്ങനെ ആക്കുക. എല്ലാം കൂടി ഒരു വീഡിയോയിലിടും. ഓക്കെ, അപ്പോൾ നമ്മുടെ റൂമൊന്നും കൂടെ പിന്നെ വരാം അല്ലേ. നമ്മുടെ റിസോർട്ടിൽ വലിയൊരു ഏലത്തോട്ടം തന്നെ ഉണ്ട് കേട്ടോ. ഇത് ഏലക്കായാണ്. ഞാൻ ഇതിന് മുന്നേ ഇങ്ങനെ ഒരുപാടായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ കാണുമ്പോൾ നല്ല ഒരു കൗതുകം പോലെ. അത് നിങ്ങൾക്കും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ അധികം നമ്മൾ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി നമ്മൾ റിസോർട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു കേട്ടോ. ഹലോ, അപ്പോൾ നമ്മളിതേ നേര്യമംഗലം ഫോറസ്റ്റിലാണ്. നമ്മൾ കുറേ സ്ഥലത്തൊക്കെ പിന്നെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്ത്. പിന്നെ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനുള്ള ഒരു ഓർമ്മ ഉണ്ടായില്ലായിരിക്കും, വിട്ടുപോയി. ചോക്ലേറ്റ്സ് വാങ്ങാനും പിന്നെ എന്തൊക്കെയാ വീട്ടിലേക്കുള്ളതൊക്കെ വാങ്ങാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സുഖമില്ല, തലൊക്കെ വേദനിച്ചിട്ട് ചെയ്യാം. കുഴപ്പമില്ല, ഇപ്പോൾ കുറവുണ്ട്. നേരത്തെ നല്ല തലവേദന ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഛർദ്ദിക്കാനും ചെറുതായിട്ട് വരുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങല്ലേ, അപ്പോൾ അങ്ങനെ പറ്റില്ല. അല്ല, ഭക്ഷണം കഴിച്ചത് എനിക്ക് പറ്റിയില്ല, അതാണ് സംഭവം അല്ലേ. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇപ്പൊ കുറവുണ്ട്. നേരത്തെ നല്ല ഉണ്ടായിരുന്നു, ഛർദ്ദിക്കാൻ വരുന്ന പോലെ. അപ്പൊ നമ്മൾ യാത്ര ചെയ്യല്ലേ അങ്ങനെ. പിന്നെ അതുകൊണ്ടാണ് പിന്നെ ഞാനൊന്നും കാണിക്കാഞ്ഞത്. ഇനി നമുക്ക് എവിടെ എത്തിയിട്ട് കാണാം, കുറച്ചും കൂടി പോയിട്ട് കാണാം, അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ട് കാണാം. നമ്മളിതേ പാലം കിടക്കാട്ടോ. ഹലോ, അപ്പൊ അതേ നമ്മള് എത്തിയില്ലേ? എത്തി. അപ്പോ നമ്മളിനി ഫുഡ് കഴിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നല്ല ലേറ്റായിട്ടോ. ഒന്നാമത് എനിക്ക് ഇങ്ങനെ ഛർദ്ദിക്കാൻ വരുന്ന പോലെ, ഒന്നാമത് ചുരമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരികയല്ല, അതുകൊണ്ട് തീരെ സുഖം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ അവിടെ നിന്നൊന്ന് ഫുഡ് കഴിക്കാൻ കഴിഞ്ഞത്. പിന്നെ തൃശ്ശൂർ എത്തിയപ്പോഴത്തേന് അതൊക്കെ മാറിയിട്ട് അവിടെ എത്തിയപ്പോഴത്തേനും എല്ലാം മാറി. അപ്പം അതേ തൃശ്ശൂർ അലിബാബയിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക കേട്ടോ. പിന്നെ ഇവിടുന്ന് നമ്മൾ ബിരിയാണി ആട്ടോ കഴിച്ചത്. പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു 3 വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.